Hi friends, welcome to Anna's Ruchikootu. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഡക്ക് റോസ്റ്റ് ആണ്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി ഇത് ക്ലീൻ ചെയ്യാനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ താറാവ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാനുള്ള ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം. ഇത് നാടനായിട്ട് നമ്മൾ ചെയ്യുന്ന നാടൻ പെപ്പർ ഡക്ക് റോസ്റ്റ് ആണ്. ഇപ്പോൾ ചൂടായി നമുക്ക് ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. ചതച്ചതാണ്. വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ചതച്ചത്. ഒന്ന് വഴറ്റിയെടുക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞത്, ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ മതി, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. പെപ്പറാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്, പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട്. ഒരു 3.5 ടീസ്പൂൺ പെപ്പർ നമ്മൾ ചതച്ചതാണ് ഇട്ടേക്കുന്നത്. കുറച്ച് കറിവേപ്പില, ഉപ്പ്. ചില ആൾക്കാർ പറയാറുണ്ട് ഈ ഡക്ക് താറാവ് കറി ഇഷ്ടമല്ല, ഒരു സ്മെല്ലുണ്ടാവും എന്നൊക്കെ. പക്ഷേ അത് നമ്മൾ ഇതുപോലെ നിങ്ങൾ ഈ പെപ്പറൊക്കെ ഇട്ട് ഇതേപോലെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആ ഒരു സ്മെല്ലും ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഒരു ചെറിയ രോമങ്ങളുണ്ടാവും. അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഡക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല മേലെ ഇട്ട് കൊടുക്കാം. ആ ചട്ടി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അധികം വെള്ളം വേണ്ട, ജസ്റ്റ് ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വിസിലൊക്കെ വന്ന് ഞാനിത് ചട്ടിയിലേക്ക് തിരിച്ചിടാം. വേപ്പില കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെപ്പർ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല സ്മെൽ വന്നിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ അടുത്തൊരു വീഡിയോ നല്ലൊരു റെസിപ്പിയായി വരാം. ബൈ ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.